ഹേ ഗായ്സ്, ഈ തുള്ളിച്ചാടി പോകുന്ന ലൈഫിൽ നിന്ന് ഏറ്റവും വലിയൊരു കാര്യം നടക്കാൻ വേണ്ടി പോകുന്നത് ഗൈസ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ത്രില്ലിലുമാണ് ഗൈസ്. അതിനിപ്പോൾ നമുക്ക് ഫസ്റ്റ് വേർഡ് നമ്മുടെ സ്കിൻ കെയർ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ സ്കിൻ കെയർ ആണ്. നമ്മുടെ മുഖം ആദ്യം നല്ല ഗ്ലോ ആയിട്ട് എന്നല്ലേ മനെ കാര്യമുള്ളൂ. എന്ത് കാര്യം വളയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്കിൻ കെയർ ചെയ്ത് ഷുണ്ടറുണ്ടാകണം ഗൈസ്. അപ്പോൾ എങ്ങനെയുണ്ട് കിടലേ ആദ്യം നമുക്ക് ഫസ്റ്റ് വേർഡ് ജോയിലിനെ പിക്കാൻ. രണ്ടുപേരും വീട്ടിൽ നിന്ന് ഡ്രസ്സ് ഇട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ സാഹചര്യത്തിന് സമ്മർദ്ദം മൂലം നമുക്ക് പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടൊരു ഓപ്ഷൻ വന്നു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇച്ചിരി പോക്കിത്തരൊക്കെ കാണിച്ച് എങ്ങനെ ഇപ്പം തന്നെ ബ്ലൈൻഡ് ലുക്കില്ലേ കാണാൻ തന്നെ. പിന്നെ കുറച്ച് പ്രകൃതി രമണിയൊക്കെ ആസ്വദിച്ച് പോകുന്ന വഴിക്ക് നമ്മുടെ സബ്സ്ക്രൈബറിനെ കൂടെ കണ്ട് ഒരു കയ്യും കൊടുത്ത് ഷെയ്ക്ക് ഹാൻഡും കൊടുത്ത് വീണ്ടും നമ്മുടെ കോച്ചിനെ നമ്മൾ ഫൈനലി കാണിച്ചു തരേണ്ട മോനെ ഇതാണ് ഗൈസ് നമ്മുടെ കൊച്ച്. അതെ ഗൈസ്, നമ്മുടെ ഡോണമ്മയുടെ കല്യാണമാണ് ഗൈസ്. ഇതാണ് നമ്മുടെ സ്വന്തം അളിയൻ. ഇതാണ് നമ്മുടെ അളിയൻ. അപ്പോൾ ലാസ്റ്റ് അളിയൻ പെങ്ങളെ കെട്ടിയിരിക്കുന്നു ഗൈസ്. അവളെ കെട്ടി അവരുടെ കല്യാണം കഴിയും, അവരുടെ ദാമ്പത്യ ജീവിതം തുടങ്ങിയിരിക്കുന്നു സുഹൃത്തുക്കളെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് 2 പൂക്കിത്തരമൊക്കെ കാണിച്ച് 2 കേക്കൊക്കെ വെട്ടി വലിച്ച് കയറ്റി. കേക്ക് മുഖ്യം, ഫുഡ് മുഖ്യം ബിഗിലെ. പിന്നെ നമ്മൾ നേരെ പോയപ്പോൾ വീണ്ടും നമ്മുടെ സബ്സ്ക്രൈബറിനെ കണ്ടുമുട്ടിയിരിക്കുന്നു. പിന്നെ നമ്മുടെ സ്റ്റേജിങ് ഞങ്ങളൊക്കെ കണ്ട് കുറേ പൂക്കിത്തരമൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അതാണല്ലോ നമ്മുടെ മെയിൻ. പിന്നെ ഈ കാന്താരി കണ്ടോ കുരിപ്പാണ് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മളതിലെ ഫുഡൊക്കെ അടിച്ച് ലാസ്റ്റ് നമ്മൾ ഫുഡിൻ്റെയും പരിപാടി എല്ലാം കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ഈ പ്രാണ്ട് നമ്മുടെ അളിയൻ്റെ മകളെ കിട്ടില്ലുണ്ട്. എൻ്റെ പൊന്നുമോനെ ഇവൻസിനെ പറ്റി ഒരു രക്ഷയില്ല. അവന്മാർ തകർത്ത് ആരാന്ന് എനിക്ക് പറഞ്ഞത്, പക്ഷേ തകർത്തു. അതും കഴിഞ്ഞ് പിന്നെ അവിടെ കഴിയും നമ്മുടെ വീണ്ടും ഒരു സബ്സ്ക്രൈബർ. അത് കഴിഞ്ഞ് ഫൈനലി നമ്മുടെ അളിയൻ്റെ മകളെ കണ്ട് പെങ്ങളുടെ കൈ പിടിച്ച് അളിയൻ്റെ കൈ കൊടുത്ത് പറഞ്ഞു, അളിയാ എൻ്റെ പെങ്ങളെ നോക്കണേ, തലയ്ക്ക് ഇച്ചിരി ബുദ്ധിയില്ലാത്ത കൊച്ചാന്നുള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല, തങ്കപ്പെട്ട കൊച്ചാണ്, മിടുക്കിയാണ്, ശുണ്ട്രിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നേരെ പോയിട്ട് കൊച്ചിയിൽ പോയി ജാമിങ് ഒക്കെ ചെയ്തു. നമ്മൾ പിള്ളേരെല്ലാം വിളിച്ചുകൂട്ടി തകർത്ത് ഫൈനലി രാവിലെ ഞങ്ങളുടെ വീട്ടിലെത്തി. വീട്ടിൽ കയറി കിടന്നുറങ്ങി ഗൈസ്.